ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ മധുഹൂത്താണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള റൈസ് സെല്ലാ ബസ്മതി റൈസോ അതോ അബൂബിന്ദ് റൈസോ ഒന്നുമല്ല, നമ്മുടെ സാധാരണ റേഷനരി പോലെയൊക്കെയുള്ള വേവ് കുറഞ്ഞ അരി ഉണ്ടല്ലോ, അത് വെച്ചും കണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് മധുഹൂത്ത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാൻ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഞാൻ പറഞ്ഞില്ല, റേഷനരി പോലെ ഒരു വേവ് കുറഞ്ഞ അരി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റേഷനരി ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചൂടുവെള്ളത്തിൽ ഒരു 1 hour ആയിട്ട് ഞാൻ നമ്മളെ റൈസ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഒരു വലിയ സവാള ചെറുതാക്കി അരിഞ്ഞതും അതിലോട്ടൊരു ഈ സൈസ് വരുന്ന ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 7-8 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ആദ്യം തന്നെ കുക്കറിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 ഡ്രൈ ലെമൺ ഒന്ന് ചെറിയ ഹോളൊക്കെ ഉണ്ടാക്കി ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതാ ഈ സ്പൈസസൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യമൊക്കെ ഇതാ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലോട്ട് ഒരു വലിയ സവാള ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള നന്നായിട്ട് വഴന്ന് വരട്ടെ കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഒരു മധുഹൂത്ത് റെസിപ്പി ചെയ്തിരുന്നു. അത് ഞാൻ സെല്ലാ ബസ്മതി റൈസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതും നല്ല അടിപൊളിയാട്ടോ, അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ഇങ്ങനെയും ചെയ്യാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സവാളയെല്ലാം ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം ഞാനിതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറിയതിന് ശേഷം അതിലോട്ട് ഞാൻ ഒരു ക്യാരറ്റ് ചെറിയ പീസാക്കി കട്ട് ചെയ്തതും അതുപോലെ തന്നെ പച്ചമുളക് ഒരു 6-7 അത് മൊത്തമായിട്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നു. അതുപോലെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്. ഇനി അതിലോട്ട് 2 ടൊമാറ്റോ മിക്സിയിൽ പേസ്റ്റ് ആക്കിയതിന് ശേഷം അതും ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മാഗി ക്യൂബും അതുപോലെ തന്നെ അറബിക് മസാല ഒരു ടേബിൾ സ്പൂണും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം ആവശ്യത്തിന് ഉപ്പും പാടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഈ അറബിക് മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്, കയറി നോക്കുക, അതിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കട്ടോ. ഇനി ഇതിലോട്ട് ടൊമാറ്റോ പേസ്റ്റ് ചേർക്കട്ടോ. നേരത്തെ 2 ടൊമാറ്റോ നമ്മൾ പ്യൂരിയാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ടൊമാറ്റോ പേസ്റ്റ് വാങ്ങിക്കുമ്പോൾ ഇതുപോലത്തെ പാക്കറ്റ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി യൂസാണ്. കാരണം വെച്ചാൽ നമ്മൾ മറ്റേത് വാങ്ങിക്കുമ്പോൾ ബാലൻസ് വരുമ്പോൾ കുറച്ചുകൂടി വലിയ പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ ബാലൻസ് വരുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഫംഗസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ 1 ടൈം യൂസിനേ ഉണ്ടാവുള്ളൂ, പിന്നെ നമുക്ക് ആ പാക്കറ്റ് അങ്ങ് കളയാമല്ലോ. അപ്പോൾ ഞാൻ ടൊമാറ്റോ പേസ്റ്റൊക്കെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് വലിയ പീസാക്കി തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ചെറിയ ചിക്കന് വേണമെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ഹോൾസൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ചിക്കൻ മൊത്തമായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പൊക്കെ നോക്കട്ടെ, ഈ ടൈമിൽ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കും. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിൽ തന്നെയാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ചെറിയ ചൂടുള്ള വെള്ളം തന്നെയാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം വെള്ളം ചേർത്തതിന് ശേഷം ഞാൻ ഒരു 20 മിനിറ്റ്സ് ഒക്കെ നമുക്ക് ആ ചിക്കൻ ഒന്ന് കുക്കാവാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചിക്കന് മൊത്തം വെന്തിട്ടില്ല, കുറച്ചേ വെന്തിട്ടുള്ളൂ. ഇനി ബാക്കി നമ്മൾ അരിയും പാടിട്ട് കൊടുത്ത് അതിൽ കിടന്നുപാട് ഒന്ന് വെന്ത് വരാനുണ്ട്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. റൈസ് ആണെങ്കിൽ നല്ലോണം വെന്ത് കിട്ടും. നമ്മൾ ഓൾറെഡി കുറച്ച് സമയം ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസാണ്. അപ്പം ഇനി അതും പാട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ മധുഹൂത്ത് ഉണ്ടാക്കി കഴിക്കാൻ നല്ല രുചി തന്നെയാണ് കേട്ടോ. നമുക്ക് ഇതിനുള്ള സ്പെഷ്യൽ റൈസ് കിട്ടിയിട്ട് ഉണ്ടാക്കാമോ എന്നൊന്നുമില്ല, ഇതും വെച്ച് നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 3 വിസിലൊക്കെ ഹൈ ഫ്ലെയിമിൽ 3 വിസിലിട്ടുകൊണ്ട് നമ്മൾ സ്റ്റവ് ഓഫാക്കി വെക്കാം. എന്നിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നമ്മൾ റൈസ് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പം നമ്മളെ ചിക്കൻ മധുഹൂത്ത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. ഇനി ഇതിലോട്ട് ടൊമാറ്റോ ചട്നി എല്ലാം ചേർത്തിട്ടൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അടിപൊളിയാണ്. ഇനി ഹൈ ഫ്ലെയിമിൽ 3 വിസിലിട്ടതിന് ശേഷം അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മളെ റെസിപ്പി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗ്രേവിയൊക്കെ മേലെ വന്ന് നിൽക്കുന്നതൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമ്മളിത് ചൂടോടെ ഇങ്ങനെയുള്ള റൈസ് റെസിപ്പിയൊക്കെ നമ്മൾ ചൂടോടെ തന്നെ കഴിക്കേണ്ടത്, അപ്പോഴാണ് ആ ടേസ്റ്റ് കറക്റ്റ് കിട്ടുക. ആ ടൊമാറ്റോ ചട്നിയൊക്കെ കൂട്ടിയിട്ട് ചൂടോടെ കഴിക്കുമ്പോൾ നല്ല രുചിയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇനിയിപ്പം ഇഷ്ടമായിട്ടില്ലെങ്കിൽ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും അസ്സലാമു അലൈക്കും.